മുക്കുകിരീടത്തിൽ മുങ്ങി സുരേഷ് ഗോപി. ലൂർദ് മാതാവിന് മുക്കുകിരീടം കൊടുത്ത വിഷയം ഇടവകക്കാർ വീണ്ടും എടുത്തിട്ട് അലക്കിയതോടെ സുരേഷ് ഗോപി വീണ്ടും പ്രതിസന്ധിയിലായി. തങ്ങളുടെ മാതാവിനെ മുക്കുവണ്ണം കൊടുത്ത് അപമാനിച്ച സുരേഷ് ഗോപിക്ക് മാപ്പില്ല എന്ന് പറഞ്ഞ് വിശ്വാസികളുടെ പ്രതിഷേധം കനക്കുമ്പോൾ ഇതെല്ലാം അന്തംകമ്മികളുടെ കളിയാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമത്തിലാണ് സുരേഷ് ഗോപി. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ സംസാരിക്കുവാൻ അവസരം തരാതെ തനിക്കെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ആമ്പല്ലൂർ സെൻട്രൽ സംഘടിപ്പിച്ച NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു ഇന്ന് സുരേഷ് ഗോപി. ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപി നൽകിയത് ചെമ്പിൽ സ്വർണം പൂശിയ കിരീടമാണെന്ന് ആക്ഷേപം ഉയർന്നതിനെ തുടർന്ന് കിരീടത്തിലെ സ്വർണത്തിന്റെ തൂക്കം അറിയുവാൻ അന്വേഷണ കമ്മിറ്റി ഇടവകക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും സംസാരിക്കുവാൻ അവസരം തരാതെ അവരുടെ തന്നെ ചെപ്പടി വാക്കുകൾ പ്രയോഗിക്കുകയാണ്. ചെമ്പിൻ്റെ അളവെത്ര, സ്വർണത്തിൻ്റെ അളവെത്ര, അതിലൊക്കെ എന്ത് കാര്യം? അമ്പലത്തിലായാലും പള്ളിയിലായാലും നേർച്ച നേരും. എനിക്ക് അംബാനിയെപ്പോലെ നേരാൻ ഒക്കത്തില്ലല്ലോ. എൻ്റെ അച്ഛൻ ധീരുഭായി അംബാനിയല്ല, ഞാനൊരിക്കലും അനിൽ അംബാനിയോ മുകേഷ് അംബാനിയോ ആകില്ല. എൻ്റെ വളർച്ചയുടെ മേൽത്തട്ട് എനിക്കറിയാം. എനിക്ക് നൽകാനാവുന്നത് എൻ്റെ ഹൃദയപരമായ ആരാധനാ പെരുമാറ്റത്തിൽ അത് അറിയിക്കേണ്ട പുരോഹിത മുഖ്യനെ അക്ഷരം പ്രതി വടിവത്ത് മലയാളത്തിൽ പറഞ്ഞു മനസ്സിലാക്കി അതിനുമേലെ മാതാവിന് നിറഞ്ഞിട്ടുണ്ട് എന്ന് സുരേഷ് ഗോപി പറഞ്ഞു. മകളുടെ വിവാഹത്തിന് മുന്നോടിയായിട്ടായിരുന്നു സുരേഷ് ഗോപി കുടുംബസമേതം എത്തി ലൂർദ് മാതാ ദേവാലയത്തിൽ കിരീടം സമർപ്പിച്ചത്. ചെമ്പിൽ സ്വർണം പൂശിയ കിരീടമാണ് സുരേഷ് ഗോപി സമർപ്പിച്ചതെന്ന പ്രചാരണം ഉയരുന്നതോടെ ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് തൃശൂർ കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലർ ലീല വർഗീസ് രംഗത്തെത്തുകയായിരുന്നു. ലൂർദ് ഇടവക പ്രതിനിധി യോഗത്തിലായിരുന്നു ഇക്കാര്യം ആവശ്യപ്പെട്ടത്. പിന്നാലെ അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ചു. പള്ളി വികാരിയെയും ട്രസ്റ്റിയെയും കൈക്കാരന്മാരെയും ചേർത്തായിരുന്നു കമ്മിറ്റി രൂപീകരിച്ചത്. ഈ കമ്മിറ്റി കിരീടത്തിലെ സ്വർണത്തിൻ്റെ അളവ് ശാസ്ത്രീയമായി പരിശോധിക്കും, രേഖപ്പെടുത്തും. കിരീടത്തിലെ സ്വർണത്തിൻ്റെ അളവ് കൃത്യമായി പരിശോധിച്ച് സ്റ്റോക്ക് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയില്ലെങ്കിൽ വരുംകാല ഇടവക പ്രതിനിധികൾ പരിശോധിക്കുകയും ഇപ്പോഴത്തെ ട്രസ്റ്റിമാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്താൽ മറുപടി ഉണ്ടാകില്ലെന്നും ഒരു വിഭാഗം വാദിക്കുന്നു. ഇതുകൂടി കണക്കിലെടുത്താണ് കിരീടം ശാസ്ത്രീയമായി പരിശോധിക്കുവാൻ ധാരണയായത്. ഇതെല്ലാം ആരാണ് കാരണം? സുരേഷ് ഗോപിയുടെ ആരെങ്കിലും ആവശ്യപ്പെട്ടോ കിരീടം നൽകുവാൻ? ഒടുക്കം പരിശോധനയിൽ സുരേഷ് ഗോപിയുടെ ചെമ്പ് തെളിഞ്ഞു. ഇതിപ്പോൾ വടി കൊടുത്ത് അടിവാങ്ങി എന്ന അവസ്ഥയിലായി സുരേഷ് ഗോപി. കരിവണ്ണൂർ അടക്കമുള്ള ജനങ്ങളെ ബാധിക്കുന്ന ഒരൊറ്റ വിഷയത്തിലും സുരേഷ് ഗോപിക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. ആകപ്പാടെയുള്ളത് വർഗീയത പറഞ്ഞും വിശ്വാസത്തിൽ കയറി ഇടപെട്ടും വെറും ആർട്ടിഫിഷ്യലായ അഭിനയവും മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.